കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്നു ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ദൈവമേ, അങ്ങയുടെ നേർച്ചകൾ സ്വീകരിച്ചു, അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. ദൈവമേ, അങ്ങയുടെ നേർച്ചകൾ സ്വീകരിച്ചു, അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശമെനിക്കു നൽകി. രാജാവിന് ദീർഘായുസ്സു നൽകണമേ, അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. രാജാവിന് ദീർഘായുസ്സു നൽകണമേ, അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിലവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ ദിനം തോറും നിറവേറ്റും
തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിലും നമ്മൾ ആ രക്ഷാകര പദ്ധതിയും അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ആ രക്ഷയുടെ യൂണിവേഴ്സാലിറ്റിയും അതിൻ്റെ അനന്തതയും എല്ലാം നമുക്കിതിൽ കാണാം. ഈശോ ആണ് ഇതിലെ മുഖ്യ കഥാപാത്രം. എന്നാൽ ആ ഈശോ തന്നെ, അഥവാ ആ ഈശോയുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ദാവീദ് രാജാവ് തൻ്റെ സ്വന്തം മകൻ തന്നെ ആക്രമിച്ച് കീഴടക്കാൻ വരുമ്പോൾ അതിനെ എതിർക്കാതെ, യുദ്ധം ചെയ്യാതെ താനെ അവിടെ നിന്ന് നഗ്നപാതനായി ചാക്കും മുടുത്ത് ചാരം പൂശി ഒലിവുമലയുടെ താഴ്വരയിലൂടെ അങ്ങ് മുകളിലേക്ക് കയറിപ്പോകുന്നു. ആ സമയത്ത് പാടിയതാണ്. ഇതേ സങ്കീർത്തനം ഈശോ ആലപിച്ചുകൊണ്ട് ഈശോ ആ ഒലിവുമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി ഗിദ്രിയോൻ വാലിയിലൂടെ ഇതേ വഴിയിലൂടെ പോയി ഇത് പാടി. എന്തോ ഒരു വലിയ സംഭവങ്ങളുടെ സമന്വയമാണ് ഇവിടെയെല്ലാം നടക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനയിലെ ഏറ്റവും ഏറ്റവും പ്രധാന പ്രാർത്ഥനകളായിരുന്നു സങ്കീർത്തനങ്ങൾ.
ആ സങ്കീർത്തനങ്ങളിലൂടെ പ്രപഞ്ചം മുഴുവനിലും ഉണ്ടാകാനിരിക്കുന്ന ഈ പുതിയ വിശേഷതയെ അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന ഈ പ്രപഞ്ചം മുഴുവനും നവീകരിക്കുന്ന വലിയ ആശയങ്ങളാണ് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടുതൽ ഇപ്പോൾ വിവരിക്കേണ്ട. ഇനി നമുക്ക് അല്പ